സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകൾ, ഫോട്ടോകൾ, മെസ്സേജുകൾ ഇതൊക്കെ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് തന്നെ ഫോർവേഡ് ചെയ്ത് വിടുന്ന ഒരു ശീലം പൊതുവെ മലയാളികൾക്ക് ഇത്തിരി കൂടുതലാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 67, 67A, 67B ഒക്കെ പറയുന്നത് അസഭ്യമോ അശ്ലീലമോ കാമവികാരജന്യമോ ആയ ഏതെങ്കിലും എനി മെറ്റീരിയൽ, ഇലക്ട്രോണിക് ഫോമിലുള്ള ഏതെങ്കിലും മെറ്റീരിയൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 വർഷം മുതൽ 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷ. അതോടൊപ്പം തന്നെ 2 ലക്ഷം മുതൽ, കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ആകാവുന്ന ഫൈനുമാണ്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയാണ്. അതായത് ആദ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പോലീസിന് ജാമ്യം കൊടുക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇത്തരം മെസ്സേജുകൾ ലൈക്ക് ചെയ്യുന്നവരും അന്വേഷണത്തിന്റെ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കേസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും. പക്ഷെ ഈ അടുത്ത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധി ഇത്തരക്കാർക്ക്, ഇങ്ങനെ ലൈക്ക് ചെയ്ത് വിടുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലൊരു ആശ്വാസമായിട്ടുണ്ട്. അതില് ആ കോടതി വിധിയിൽ ഈ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൃത്യമായിട്ട് IT ആക്ടിന് അപ്പുറത്തേക്ക് ഒരു ഡെഫിനിഷൻ നന്നായി ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതുപോലുള്ളൊരു പോസ്റ്റോ ഒരു ഇമേജോ അല്ലെങ്കിൽ എന്തോ ഒരു മെസ്സേജോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്തു എന്ന അർത്ഥത്തിലേക്ക് വന്നു. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും റീട്വീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ട്രാൻസ്മിഷൻ, വിതരണം ചെയ്തു എന്ന അർത്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ ലൈക്ക് ചെയ്യുന്നത് ഒരു കുറ്റമല്ല എന്ന രീതിയിൽ കോടതി ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നുണ്ട്. അതായത് ലൈക്ക് ചെയ്യുന്നതിന് ഷെയർ ചെയ്യുന്നതിന് ഈക്വലായിട്ട് കാണാൻ കഴിയില്ല എന്നാണ്. എന്ന് വിചാരിച്ച് ഇനി ഇത്തരം അശ്ലീല മെസ്സേജുകൾ അയക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ ലൈക്ക് ചെയ്ത് വിടാന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ചെയ്യുന്നവർ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. ഓക്കെ, വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.